അന്ന് മോളെ കണ്ടതിന് ശേഷം ഞാനും അമ്മയും തമ്മിൽ ചില സംസാരങ്ങൾ നടന്നിരുന്നു. അവര് ചെയ്ത പാപങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു. രക്തബന്ധങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കഴിച്ചിട്ട് അവർക്കിപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയല്ലേ. ചെയ്ത പാപങ്ങളുടെ ഫലം അവരോട് ചേർന്ന് നിൽക്കുന്നവർ വരെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നും അമ്മയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത്രയും പ്രായമുള്ള സ്ത്രീയെ ഞാൻ എന്തു പറഞ്ഞാണ് തിരുത്തുക? അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. ആ ബഹുമാനം എന്നും നൽകുകയും ചെയ്യും. അയാൾ ദീർഘനിശ്വാസം അയച്ചുവിട്ടു. അവര് പറഞ്ഞിട്ടാണ് അമ്മ മോളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. മോൾക്കറിയാനുള്ളതൊക്കെ ഈ ഫോണിലുണ്ട്. ഇതുമായി മോള് തിരിച്ചു പോകണം. ആ വീടിന് ചുറ്റും മോളുടെ വരവും പ്രതീക്ഷിച്ച് ചിലരുണ്ട്. എനിക്ക് അവരെയാണ് ചേട്ടാ അറിയേണ്ടത്. ഇപ്പോഴും പകയുമായി അവരെന്നെ കാത്തിരിക്കുന്നുവെങ്കിൽ അതാരാണെന്ന് ഞാനും അറിയണ്ടേ? സത്യ പുഞ്ചിരിയോടെ പറഞ്ഞു. മോള് ആ ഫോണിലുള്ളത് കേട്ടിട്ട് തീരുമാനിച്ചോളൂ. സുരേഷ് മറ്റൊന്നും പറയാതെ അത്രമാത്രം ഓർമ്മപ്പെടുത്തി. വിശാലമായ കരിമ്പും പരുത്തിയും കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രദേശവും കടന്ന് ചുരുങ്ങിയ വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് അവരെത്തി നിന്നു. അവിടെയുള്ള ഏതോ മുതിർന്ന വ്യക്തിയോട് ചാനലിൽ നിന്നാണെന്നും അവിടം കാണാനെത്തിയതാണെന്നും സുരേഷ് പറഞ്ഞു കൊടുക്കുന്നത് സത്യ കേട്ടു. അവളത് നിഷേധിക്കാനും നിന്നില്ല. അവിടെയുള്ള ചെറിയ ഒറ്റമുറി വീട്ടിൽ സത്യയ്ക്ക് വിശ്രമിക്കാനുള്ള ഇടം സുരേഷ് ഒരുക്കി. ഈ കൃഷിയെല്ലാം ഞങ്ങളുടെയാണ്. മുമ്പ് ഞങ്ങളെല്ലാം ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അന്നിതായിരുന്നു ഞങ്ങളുടെ വീട്. പിന്നീട് കൃഷിയുടെ ആവശ്യത്തിന് വരുമ്പോൾ മാത്രം ഇവിടെ തങ്ങാൻ തുടങ്ങി. ഇതെല്ലാം ചെട്ടിയാരുടെ സ്ഥലവും കെട്ടിടങ്ങളുമാണ്. ഞങ്ങള് പാട്ടത്തിനെടുക്കുന്നതാണ്. മോളിവിടെ സുരക്ഷിതയായിരിക്കും. ആ ഫോണിൽ മണിയമ്മ പറഞ്ഞിരിക്കുന്നതെല്ലാം കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞിട്ട് വിരുദൂർക്ക് പോകുന്നില്ലെന്ന് തീരുമാനമെടുത്താൽ ഞാൻ മോളെ സഹായിക്കാം. അതല്ല മണിയമ്മയുടെ അടുത്തേക്ക് പോകണമെന്നാണെങ്കിൽ അങ്ങനെ, മോളുടെ ഇഷ്ടം. അവളെ തനിച്ചു വിട്ടിട്ട് അയാൾ കരിമ്പിൻ തോട്ടത്തിലേക്ക് ഇറങ്ങി. അച്ഛമ്മേ, വേദു വിവേക് ഹാളിൽ തന്നെ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഉറക്കെ വിളിച്ചു. എന്താ വേദു? രേഖ മിസ് ഇന്നലെയും അച്ഛന്റെ കാര്യം ചോദിച്ചു. ഹാളിൽ ഇരുന്ന വിവേക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വേദു വേഗം മായമ്മയുടെ പിന്നിലേക്ക് മാറി. മായമ്മയാണെങ്കിൽ ചിരിയടക്കി ഒന്നും അറിയാത്ത ഭാവത്തിൽ വേദുവിനെ നോക്കി. അതെന്തിനാ ആ മിസ് എന്നും നിന്റെ അച്ഛനെ ചോദിക്കുന്നത്? അച്ഛന്റെ ക്ലാസ്മേറ്റ് അല്ലേ അച്ഛമ്മേ, അതാണ്. മാഷു പറഞ്ഞിട്ട് വിവേകിനെ എത്തി നോക്കി. ഈ പിള്ളേര് പറയുന്നത് നിന്റെ ഫോണിലേക്ക് നേരത്തെ മെസ്സേജ് ചെയ്തിരുന്ന ടീച്ചറിന്റെ കാര്യമാണോ വിവേകെ? അമ്മേ, വിവേക് ദേഷ്യത്തിൽ വിളിച്ചു. നീ എന്തിനാ വിവേക് ദേഷ്യപ്പെടുന്നത്? ഞാനൊന്ന് ചോദിച്ചു പോയെന്നല്ലേ ഉള്ളൂ. ടീച്ചറിന്റെ ഇപ്പോഴും അച്ഛന് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അച്ഛമ്മേ. അച്ഛനോട് ടീച്ചറിന്റെ കാര്യം പറയണമെന്നും പറഞ്ഞു. വേദു പെട്ടെന്ന് പറയുന്നത് കേട്ട് വിവേക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. നീയൊക്കെ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണോ ബ്രോക്കർ പണിക്കാണോ? അച്ഛന് കല്യാണം കഴിച്ചാൽ എന്താ? എന്നും ഞങ്ങളുണ്ടാവില്ല, മാഷു മുതിർന്നൊരു പെൺകുട്ടിയെ പോലെ പറഞ്ഞു. പിള്ളേരെ നോക്കി പേടിപ്പിക്കാതെടാ. നിന്നോട് ഞങ്ങളും പറയുന്നതല്ലേ. അന്നൊക്കെ നീ നിന്റെ പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവര് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു നല്ല ബന്ധം നോക്കിക്കൂടെ വിവേകെ? അച്ഛൻ ഇന്നലെ നിന്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടു. അമ്മേ, രേഖയൊന്നും ശരിയാവില്ല. പണ്ട് ഞാൻ പശുവിനെ വളർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയ പെണ്ണ. ഇപ്പോൾ ഇതിലൂടെ തന്നെ ഞാൻ അറിയപ്പെട്ടപ്പോൾ അവൾ ശ്രമിച്ചു നോക്കിയതാ. അവളുടെയും ആദ്യത്തെ വിവാഹം പരാജയപ്പെട്ടതല്ലേ, അതാണ്. മാഷു, വേദു, നിങ്ങൾ സ്കൂളിൽ പോകുന്നത് എനിക്ക് കല്യാണം ആലോചിക്കാനല്ല. ഇനി രേഖ ഇക്കാര്യം സംസാരിച്ചു വന്നാൽ എന്നോട് പറയാൻ പറഞ്ഞാൽ മതി. പിന്നെ അച്ഛനൊരു വിവാഹം കഴിക്കാൻ തോന്നിയാൽ ഉറപ്പായും കഴിക്കും. അതിനു മുമ്പ് നിങ്ങളോട് പറയുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരാൾ വന്നാൽ അത് നമുക്കൊപ്പം ചേർന്ന് പോകുന്ന ഒരാൾ തന്നെയാകും. അമ്മേ, നിങ്ങളിങ്ങനെ പിള്ളേരുടെ മുന്നിൽ വെച്ച് എന്റെ വിവാഹക്കാര്യം സംസാരിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ വായിൽ കൊള്ളാത്ത കാര്യങ്ങൾ പറയുന്നത്. അച്ഛമ്മയല്ല, അപ്പൂപ്പനും അമ്മൂമ്മയും വന്നപ്പോൾ അച്ഛന്റെ കാര്യം പറഞ്ഞതാ. വിവേക് സംശയത്തോടെ മായമ്മയെ നോക്കി. അവര് പിള്ളേരെ സ്കൂളിൽ പോയി കാണുന്നുണ്ടല്ലോ. രേഖ അവരോട് പോയി സംസാരിച്ചിരുന്നു. സജിതയുടെ അമ്മ എന്നോട് രേഖയുടെ കാര്യം പറഞ്ഞിരുന്നു, അതാണ്. വിവേക് ദേഷ്യത്തിൽ പല്ല് കടിച്ചു. നീയൊന്ന് പറയാൻ പോകണ്ട വിവേകെ. രേഖ അവരുടെ ഏതോ ബന്ധു കൂടിയാണ്. അതങ്ങ് വിട്ടേക്ക്. പിള്ളേരിനി ഇക്കാര്യം നിന്നോട് പറയില്ല. മായമ്മ ഉറപ്പു നൽകിയപ്പോൾ വിവേക് പുറത്തേക്ക് പോയി. അവർ തിരിഞ്ഞ് വേദുവിനെയും മാഷുവിനെയും നോക്കി. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ രേഖയുടെ കാര്യം പെട്ടെന്ന് പറയരുതെന്ന്. അച്ഛമ്മ കാലു വാരണ്ട.
അച്ഛമ്മയല്ലേ പറഞ്ഞത് അച്ഛനെ വേഗം കല്യാണം കഴിപ്പിക്കണം, അച്ഛന് ഇഷ്ടമുള്ള മിസ്സാണെങ്കിൽ നല്ലതാണെന്ന്. ഞങ്ങളെ വഴക്ക് പറഞ്ഞാല് എല്ലാം അച്ഛനോട് പറഞ്ഞു കൊടുക്കും. രണ്ടും കൂടി ഭീഷണി മുഴക്കിയപ്പോൾ വാദി പ്രതിയായതുപോലെ മായമ്മ വാ പൊത്തി നിന്നു. പിന്നിലൊരു ചിരി കേട്ട് അവർ പിണക്കത്തോടെ തിരിഞ്ഞു നോക്കി. വിനോദായിരുന്നു അത്. ഇവിടെ അവനെ കെട്ടിക്കാൻ കച്ചകെട്ടിയിരിക്കുന്നത് നീയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം മായേ. നീയാണ് ഈ പിള്ളേരെ ഇളക്കി വിട്ടതെന്ന് അവനും അറിയാം. എന്ത് ചെയ്യാം, സ്വന്തം അമ്മയായി പോയില്ലേ. അവന് പ്രതികരിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. ഞാൻ പറയുന്നത് അവന്റെ ജീവിതത്തിന് വേണ്ടിയല്ലേ. അവരുടെ മുഖം വീർത്തു. അവന്റെ ജീവിതമല്ലേ മായമ്മേ, അതവൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. കല്യാണം കഴിക്കുന്നത് മാത്രമാണ് സന്തോഷം നിറഞ്ഞ ജീവിതമെന്ന് എന്തിനാ ചിന്തിക്കുന്നത്? എന്നിട്ട് ഈ ചിന്തയൊന്നും നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നില്ലല്ലോ. തുളസിയെയാണ് മായമ്മ ഉദ്ദേശിച്ചതെന്ന് വിനോദിന് മനസ്സിലായി. അയാൾ മായമ്മയുടെ തോളിലൂടെ കൈയിട്ട് അടുക്കളമുറ്റത്തെ സ്റ്റെപ്പിലേക്ക് അവരെ ഇരുത്തിയിട്ട് ഒപ്പം ഇരുന്നു. എത്ര അടുത്തിരുന്നാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മായേ, തുളസിയുമായി നമുക്ക് രക്തബന്ധമില്ല. അഭിപ്രായങ്ങൾ പറയുന്നതിന് പരിധികളുണ്ട്. അവരുടെ തീരുമാനങ്ങൾ നമ്മൾ കേൾക്കുക. എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയാതെ ഇരിക്കുക, പ്രത്യേകിച്ച് സത്യയുടെ കാര്യത്തിൽ. അത് തുളസിക്ക് മുഷിച്ചിൽ മാത്രമേ ഉണ്ടാക്കൂ. നമുക്ക് നമ്മുടെ സന്തോഷം വലുതാണ്. അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് അവരുടെ കാര്യവും. ഇവിടെ നിന്ന് പോയ സത്യയുടെയോ കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന സൂരജിന്റെയോ കാര്യത്തിൽ നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നമ്മളോട് നന്നായി സഹകരിക്കുന്നവരോട് നമ്മൾ നന്നായി നിൽക്കുക. അതൊന്നും അവരുടെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമല്ല. പക്ഷേ വിവേകിന്റെ കാര്യത്തിൽ ഒരമ്മയെന്ന നിലയിൽ നിനക്കിനിയും വിവാഹക്കാര്യം സംസാരിക്കാം. എന്നാൽ അതിങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിച്ചാവരുത്. അവനോട് നീ നേരിട്ട് തന്നെ സംസാരിക്കണം. അവന് പറയാനുള്ളത് കേൾക്കണം. സത്യത്തിൽ അവനിപ്പോൾ ഈ ജീവിതം നന്നായി ആസ്വദിച്ചു തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സജിതയെ അവനായി തിരഞ്ഞെടുത്തതാണ്. ഇനി ഒരാളെ ഒപ്പം കൂട്ടാൻ തോന്നിയാലും അവൻ അപ്പോൾ നമ്മളോട് പറയും മായേ. നമ്മുടെ പഴയ സാമ്പത്തിക സ്ഥിതിയല്ല ഇന്നുള്ളത്. എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട് കഴിഞ്ഞു. വിജിയുടെയും വിനിയുടെയും കാര്യത്തിൽ യാതൊരു പേടിയുമില്ല. അവനിങ്ങനെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിച്ച് തീർക്കുകയൊന്നുമില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് നീ നിന്റെ ശ്രമങ്ങൾ നിർത്തേണ്ട. പക്ഷേ അതിനിടയിൽ കുഞ്ഞുങ്ങളെ വലിച്ചിടരുത്. അതേപോലെ പുറത്തുനിന്നുള്ളവരെയും. മായയ്ക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? തുളസിയുടെ കാര്യമാണോ? അത് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ വന്നതല്ലേ. ഞാൻ പറഞ്ഞത് രേഖയുടെ കാര്യമാണ്. വെറുതെ പോലും ആർക്കും നമ്മളായി ആശ കൊടുക്കരുത്. മായമ്മ മനസ്സിലായതുപോലെ തലകുലുക്കി. ആ കുലുക്കൽ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് അറിയാമെന്നതുപോലെ വിനോദ് ദീർഘനിശ്വാസം അയച്ചുവിട്ടു. അവന്റെ മനസ്സിൽ ഇപ്പോഴും സത്യമുണ്ടോ ഏട്ടാ? നീ ഇങ്ങനെ വെഡിത്തരം പറയില്ലേ മായേ. ആ പ്രായത്തിൽ അവനൊരു ഇഷ്ടം തോന്നി. പിന്നീട് അത് വേണ്ടെന്നും വെച്ചു. അതിനുശേഷം അവനൊരു ജീവിതമുണ്ടായിരുന്നു. അതിലവൻ സന്തോഷവും കണ്ടെത്തിയതാണ്. പിന്നെ സത്യയുടെ ജീവിതത്തിൽ ഓരോന്ന് നടന്നപ്പോൾ അവൻ അതിൽ ആകുലതപ്പെട്ടിരുന്നു. ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നന്നായി ജീവിക്കുന്നതാണോ അതോ അവർ വേദനിക്കുന്നതാണോ നമ്മുടെ സന്തോഷം? നമ്മുടെ മകൻ മറ്റുള്ളവർ നശിച്ചു കാണാൻ ആഗ്രഹിക്കില്ല മായേ. അങ്ങനെയാണെങ്കിൽ കുടിച്ചു ബോധമില്ലാതെ കിടക്കുന്ന സൂരജിനെ അവൻ മിക്കവാറും ദിവസങ്ങളിൽ വാര്യത്ത് കൊണ്ടാക്കില്ലല്ലോ. മാത്രവുമല്ല, സത്യയുടെ കാര്യം നമുക്ക് മാത്രമേ അറിയൂ. അവൻ മറന്നു കളഞ്ഞതിനെ നമ്മളെന്തിനാണ് പുതിയ അർത്ഥങ്ങൾ നൽകി ഓരോന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? ആ കുഞ്ഞിന് നല്ലൊരു ഭാവിയുണ്ട്. നീ പറയാറുള്ളത് പോലെ ഇവിടെ നിന്ന് പോയതോടെ അതിന്റെ ശുക്രദശ തെളിഞ്ഞു. അവരൊരിക്കലും ഒന്നിക്കില്ലെന്ന് എനിക്കും നിനക്കും അറിയാം. വിവേക് 2 പെൺകുട്ടികളുടെ അച്ഛൻ കൂടിയാണ്. അങ്ങനെ ഒരു 2ാം കെട്ടുകാരനെ സത്യയോട് ചേർത്ത് ചിന്തിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. വിവേക് ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കാലം കഴിഞ്ഞാൽ അവനും പിള്ളേർക്കും ഒരു കൂട്ടു വേണ്ടേ? വേണം. പക്ഷേ ഇപ്പോഴവരവരുടെ ജീവിതം ജീവിക്കട്ടെ മായേ. അവനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്നത് അവന്റെ മക്കളുടെ മുഖമായിരിക്കും മായേ. അവരെത്ര അവനെ നിർബന്ധിച്ചാലും അവരെക്കുറിച്ച് ചിന്തിക്കാതെ അവനൊന്നും ചെയ്യില്ല. രേഖ സജിതയുടെ ബന്ധുക്കാര് തന്നെയാണ്. ഏതാണ്ട് അതേ സ്വഭാവം ഉള്ളൊരു പെണ്ണ് തന്നെയാണ്. നിനക്കത് മനസ്സിലായില്ലെങ്കിലും അവനത് മനസ്സിലായിട്ടുണ്ട്. മായമ്മ മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. കുറെ കാലമായി തുടങ്ങിയ രേഖപുരാണത്തിന് ചെറിയ ശമനമിനിയും ഉണ്ടാകുമെന്നോർത്ത് വിനോദ് ആശ്വസിച്ചു. ഒപ്പം കല്യാണം കഴിഞ്ഞ് ടീച്ചേഴ്സുള്ള സ്കൂളിൽ മാത്രം പിള്ളേരെ വിട്ടാൽ മതിയെന്ന് ചിന്തിക്കുകയും ചെയ്തു. തുടരും.